ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ അര കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. 2 കപ്പ് പാലിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. കൈ വെക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. അത്യാവശ്യം തിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് മാംഗോ പ്യൂരി കൂടെ വേണം കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അതൊരു കപ്പ് കൂടെ ചൂടാറുന്നതിന് മുൻപ് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കസ്റ്റാർഡ് മിൽക്ക് അതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോഴേക്ക് തന്നെ ടോപ്പ് ലെയറിലുള്ള ക്രീം റെഡിയാക്കി എടുക്കുക. വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ക്രീം വെച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാംഗോ പീസ് ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ക്രീം വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ പ്യൂരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള മാംഗോ പുഡിംഗ് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ സെയിം സംഭവം വേറൊരു ബൗളിലും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ മാംഗോ പ്യൂരിക്ക് പകരം കുറച്ച് പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇപ്പോൾ മാമ്പഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. ഈസി പുഡിങ്ങാണ്. പെരുന്നാൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്